നമസ്കാരം. കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലേക്കാണ് നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് തീയതികൾ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നു. കേരളം, അസം, പുതുച്ചേരി, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് നിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പുകളിൽ ഫലം എങ്ങനെയായിരിക്കും? ഭരണമാറ്റം ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകും? BJPക്ക് അസം നിലനിർത്താൻ സാധിക്കുമോ? തമിഴ്നാട്ടിൽ ഭരണമാറ്റം ഉണ്ടാകുമോ? കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകുമോ? ദീർഘകാലമായി അധികാരത്തിലിരിക്കുന്ന മമതാ ബാനർജിയെ താഴെ ഇറക്കി പശ്ചിമ ബംഗാൾ പിടിക്കാൻ BJPക്ക് സാധിക്കുമോ? ഇതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നതും ആ ഒരു ചർച്ചയാണ് ഈ സംസ്ഥാനങ്ങളിലെല്ലാം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചുള്ള പ്രവചനം ഇപ്പോൾ ABP ന്യൂസ് നടത്തുകയാണ്. അഭിപ്രായ സർവേ ഫലം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെക്കുറിച്ചുള്ള പുറത്തുവരുന്ന ആദ്യ അഭിപ്രായ സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് മാട്രിക്സും IANSും ചേർന്ന് നടത്തിയ അഭിപ്രായ സർവേ ഫലങ്ങളാണ് ABP ന്യൂസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. ഈ അഭിപ്രായ സർവേ ഫലം അനുസരിച്ച് കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഭരണ തുടർച്ച ലഭിച്ചേക്കാം എന്ന സൂചനയാണ് ലഭിക്കുന്നത്. അതായത് ഇടതുമുന്നണിയും UDFും LDFും UDFും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പ്രവചിക്കുന്നത്. അതിൽ നേരിയ മുൻതൂക്കം LDFന് ഈ സർവേ ഫലം നൽകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഭരണ തുടർച്ച അത് പ്രവചിക്കുന്ന ഒരു സർവേ ഫലമാണ് ഇപ്പോൾ കേരളത്തെക്കുറിച്ച് ABP ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത്. LDF 61 മുതൽ 71 സീറ്റുകൾ വരെ, UDF 58 മുതൽ 69 സീറ്റുകൾ വരെ, NDA 2 സീറ്റ്. ഇതാണ് ABP ന്യൂസിൻ്റെ പ്രവചനം. അതായത് കേരളത്തിൽ 140 നിയമസഭാ സീറ്റുകളാണുള്ളത്. 71 ഈ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമുള്ളത്. 61 മുതൽ 71 സീറ്റുകൾ വരെ LDFന് എന്ന് പറഞ്ഞാൽ തൂക്ക് മന്ത്രിസഭയ്ക്ക് വരെ സാധ്യതയുള്ള ഒരു പ്രവചനമാണ് ഇവിടെ ABP ന്യൂസ് നടത്തിയിരിക്കുന്നത്. BJPക്ക് 2 സീറ്റാണ് ഈ സർവേ ഫലം കേരളത്തിൽ പ്രവചിച്ചിരിക്കുന്നത്. എന്തായാലും 99 സീറ്റുകളായിരുന്നു LDFന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. അത് 61 മുതൽ 71 വരെ, അതായത് സീറ്റുകൾ കുറയും, പക്ഷേ തുടർ ഭരണമുണ്ടാകും. മൂന്നാം പിണറായി വിജയൻ സർക്കാർ ഭരണം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഈ സർവേ പ്രവചിച്ചിരിക്കുന്നത്. ഏവരും ഉറ്റുനോക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് ബംഗാൾ. ബംഗാളിൽ 294 അംഗ നിയമസഭയാണുള്ളത്. 148 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. അവിടെ 2011 ദീർഘകാലം, പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിപ്പിച്ച് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൻ്റെ അധികാരം പിടിക്കുന്നത്. അതിനുശേഷം 2016 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ സംസ്ഥാനത്ത് നടന്നു. ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തുടർ ഭരണം നേടാനും ഭരണം നിലനിർത്താനും മമതാ ബാനർജിക്ക് സാധിച്ചു. 2026 അതായത് 4ാം തവണയും ഭരണത്തിലേക്ക്, അധികാരത്തിലേക്ക് എന്ന് തന്നെയാണ് ഈ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. TMC അധികാരത്തിലേക്ക് 155 മുതൽ 170 സീറ്റുകൾ വരെ നേടി TMC വ്യക്തമായ ഭൂരിപക്ഷം നേടും. BJP തൊട്ടു പിന്നിലുണ്ട്. 100 മുതൽ 115 സീറ്റുകൾ വരെ BJP നേടും. മറ്റുള്ളവർ 5 മുതൽ 7 സീറ്റുകൾ വരെ നേടും എന്നാണ് സർവേ പ്രവചിക്കുന്നത്. വോട്ട് ഷെയറിലും അതുപോലെ തന്നെ സീറ്റിലും വ്യക്തമായ മുൻതൂക്കം പ്രവചിക്കുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസിന്. ബംഗാളിൽ 43 മുതൽ 45% വരെ വോട്ടുകൾ TMC നേടും. 41 മുതൽ 43% വോട്ട് വരെ BJP നേടാനും സാധ്യതയുണ്ട് എന്ന് ആണ് ഈ സർവേ സൂചിപ്പിക്കുന്നത്. അതായത് നേരത്തെ 223 സീറ്റുകളാണ് TMCക്ക് ഉണ്ടായിരുന്നത്. അതിപ്പോൾ 155 അല്ലെങ്കിൽ 170 ആയി കുറയുന്നു എന്നുള്ളതാണ്. പക്ഷേ ഭരണം നിലനിർത്തും. 64 സീറ്റുകളാണ് BJPക്ക് പശ്ചിമ ബംഗാളിലുള്ളത്. അത് 115 ഉയരും എന്നാണ് ഈ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. കടുത്ത മത്സരമാണ് BJP കാഴ്ചവെക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന് വളരെ കൃത്യമായ വെല്ലുവിളി BJP നടത്തുന്നുണ്ട്. പല ജില്ലകളിലും, അല്ലെങ്കിൽ പല പശ്ചിമ ബംഗാളിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള പല ജില്ലകളിലും BJP കനത്ത മുന്നേറ്റം നടത്തും. കടുത്ത മത്സരം തന്നെയായിരിക്കും BJP കാഴ്ചവെക്കുക എന്നാണ് ഈ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. അസം BJP ഭരണത്തിലിരിക്കുന്ന ഏക സംസ്ഥാനമാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന BJP ഭരണത്തിലിരിക്കുന്ന ഏക സംസ്ഥാനമാണ്. പുതുച്ചേരിയിൽ NDA ഭരണമാണ്. എങ്കിൽ പോലും സംസ്ഥാനങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഏക സംസ്ഥാനമാണ് അസം. 126 സീറ്റുകളാണ് അസംബ്ലി മണ്ഡലത്തിലേക്കുള്ളത്. 64 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. BJP NDA 96 മുതൽ 98 സീറ്റുകൾ വരെ നേടും.
കോൺഗ്രസ് 26 മുതൽ 28 സീറ്റുകൾ വരെ നേടും, മറ്റുള്ളവർ 2 മുതൽ 8 സീറ്റ് വരെ എന്നതാണ് ഈ സർവേ പ്രവചിച്ചിരിക്കുന്നത്. 67 സീറ്റുകളാണ് നിലവിൽ ബി ജെ പിക്ക് മാത്രം അസമിലുള്ളത്. 86 സീറ്റുകൾ അവിടെ NDAക്കുണ്ട്. അതാണ് 96-98ആയി വർദ്ധിക്കുക. 2016 ബി ജെ പി ചരിത്രം കുറിച്ചുകൊണ്ട് അസമിൽ അധികാരത്തിൽ വരുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ ഭരണം നിലനിർത്താൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു. 3ാം തവണയും ബി ജെ പി തന്നെയാണ് അസമിൽ എന്ന സൂചനയാണ് ഈ സർവേ ഫലം നൽകുന്നത്. തമിഴ്നാട് 234 സീറ്റുകളാണ് തമിഴ്നാട് അസംബ്ലിയിലുള്ളത്. 118 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. അവിടെ ഭരണമാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. എങ്കിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. DMK സഖ്യം, അതുപോലെ തന്നെ AIADMK സഖ്യം, NDA സഖ്യം, ബി ജെ പി ഉൾപ്പെടുന്ന NDA സഖ്യം, DMK നേതൃത്വം നൽകുന്ന NDA സഖ്യം 114 മുതൽ 127 സീറ്റുകൾ വരെ നേടി 1ാം സ്ഥാനത്ത് വരുന്നുണ്ട്. DMK 104 മുതൽ 114 സീറ്റുകൾ വരെ നേടി തൊട്ടു പിന്നിലുണ്ട്. എന്ന് പറഞ്ഞാൽ NDA സഖ്യം തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരാൻ പോകുന്നു എന്നതാണ് ഈ സർവേ നൽകുന്ന സൂചന. തമിഴ്നാട്ടിൽ ഭരണമാറ്റം വരുന്നു, DMK സർക്കാർ നിലം പതിക്കുന്നു. മാത്രമല്ല, അവിടെ തമിഴ്നാട്ടിൽ വലിയ പ്രതീക്ഷയോടുകൂടി രാഷ്ട്രീയ രംഗപ്രവേശനം നേടിയ വിജയുടെ TVK പാർട്ടി 6 മുതൽ 12 സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ടി വരും എന്നാണ് ഇപ്പോൾ ഈ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവർ 1 മുതൽ 6 വരെ സീറ്റുകൾ വരെ എന്നതാണ് ഈ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. 158 സീറ്റുകളാണ് അവിടുത്തെ ഭരണകക്ഷിക്ക് അല്ലെങ്കിൽ ഭരണമുന്നണിക്ക് ഉണ്ടായിരുന്നത്. 133 സീറ്റുകൾ DMKക്ക് മാത്രമുണ്ട്. AIADMKയുടെ നേതൃത്വത്തിലുള്ള BJP ഉൾപ്പെടുന്ന NDA മുന്നണി 114 മുതൽ 127 സീറ്റുകൾ വരെ നേടി തമിഴ്നാട്ടിൽ ഭരണമാറ്റമുണ്ടാകും. പക്ഷേ മത്സരം കടുത്തതാണ് എന്നതാണ് തമിഴ്നാട്ടിൽ നൽകുന്ന സൂചന. അതായത് തമിഴ്നാട്, കേരളം സംസ്ഥാനങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇത് പ്രവചിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഭരണമാറ്റം, കേരളത്തിൽ എന്നാൽ ഭരണമാറ്റമില്ല, ഭരണ തുടർച്ച. ബംഗാളിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഭരണ തുടർച്ച TMCക്ക്, ആസാമിനെ സംബന്ധിച്ചിടത്തോളം BJP അവിടെ 3ാം തവണയും അധികാരത്തിൽ വരും. ഇതാണ് ABP അഭിപ്രായ സർവേ ഈ വരാൻ പോകുന്ന 5 സംസ്ഥാനങ്ങളിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെക്കുറിച്ചുള്ള അഭിപ്രായ സർവേ പുറത്തുവിട്ടിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.